Hi students, fourth semester BSc Physics and Chemistry, Complementary Mathematics in Module 2, Complex Integration. ഈ പോർഷൻ സിക്സ്ത് സെമസ്റ്റർ BSc മാത്തമാറ്റിക്സ് കോംപ്ലക്സ് അനാലിസിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമുക്ക് നോക്കാം. An indefinite integral is a function whose derivative equals a given analytic function in a region. Complex definite integral over C, f of x dz are called line integrals. Here f of z is the integrand and C is the path of the integration. Parametric representation of C is z of t is equal to x of t plus I y of t, t യുടെ വേരിയേഷൻ a less than or equal to t less than or equal to b. അത് ഓരോ കർവ് അനുസരിച്ച് പാരാമെട്രിക് റെപ്രസെന്റേഷൻ മാറും. സ്മൂത്ത് കർവ് എന്ന് വെച്ചാൽ എന്താണ്? എ കർവ് ഹാസ് കണ്ടിന്യൂസ് ഫസ്റ്റ് നോൺ സീറോ ഡെറിവേറ്റീവ് അറ്റ് ഈച്ച് പോയിന്റ്. അതായത് ഒരു കർവിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം, അത് നോട്ട് സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കർവ് സ്മൂത്ത് കർവ് എന്ന് പറയും. Geometrically, C has a unique and continuously turning tangent. If C is a closed path, we write this integral as closed path ആണെങ്കിൽ ഇവിടെ ഒരു വട്ടം കൂടെ വരയ്ക്കും. Integral over C f of z dz. Note. All points of integration for complex line integrals are assumed to be piecewise smooth. Properties of line integrals. ഒന്നാമത്തെ പ്രോപ്പർട്ടി ലീനിയാരിറ്റി. ലീനിയാരിറ്റി എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓവർ സി k1 f1 of z പ്ലസ് k2 f of z dz is equal to ലീനിയർ എന്നാ പറയാ k1 കോമൺ എടുക്കുക. അപ്പൊ k1 ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി f1 of z dz പ്ലസ് k2 ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി f2 of z dz. നെക്സ്റ്റ് സെൻസ് റിവേഴ്സ്ഡ് എന്ന് വെച്ചാൽ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യും. ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതും. ഇന്റഗ്രൽ z നോട്ട് ടു z f ഓഫ് z dz നമ്മൾ ഇന്റഗ്രൽ z ടു z നോട്ട് എന്ന് എഴുതുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൂടെ വരും. നെക്സ്റ്റ് പാർട്ടീഷനിങ് ഓഫ് പാത്ത്. ഇഫ് c is equal to c1 യൂണിയൻ c2 then ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz എന്ന് വെച്ചാൽ എന്തോ ഇന്റഗ്രൽ ഓവർ c1 യൂണിയൻ c2 അല്ലെ, അതെന്തോ ഇന്റഗ്രൽ ഓവർ c1 പ്ലസ് ഇന്റഗ്രൽ ഓവർ c2 എന്ന് എഴുതാം. Theorem. Let f of z be analytic in a simply connected domain D, then there exists an indefinite integral of f of z in the domain D. That is, an analytic function capital F of z such that capital F dash of z is equal to small f of z and integral over z naught to z f of z dz നെ നമുക്ക് capital F of z1 minus capital of z0 എന്ന് വിളിക്കാം. For all paths in D joining 2 points z0 and z1. നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പോലെ തന്നെ എന്താണ്, സ്മോൾ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണ്, ക്യാപിറ്റൽ എഫ് അതിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ എഫിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എഫിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്ത് മൈനസ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അതാണ് ഇവിടെ എഴുതി വെച്ചു. If capital F dash of x is equal to small f of x, then integral a to b f of x ds is equal to capital F of b minus capital F of a. Questions. Integral 0 to 1 plus I z square dz. z square ഇന്റഗ്രൽ എന്താ z ക്യൂബ് ബൈ 3. എന്നിട്ട് z ന്റെ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇന്റഗ്രൽ മൈനസ് പൈ ഐ ടു പ്ലസ് പൈ ഐ കോസ് z dz. അപ്പൊ കോസിന്റെ ഇന്റഗ്രലില് സൈന് ലിമിറ്റ് മൈനസ് പൈ ഐയും പ്ലസ് പൈ ഐ കൊടുത്തു. അടുത്ത ഇ റൈസ് ടു z ബൈ 2ന്റെ ഇന്റഗ്രൽ എന്താ, ഇ റൈസ് ടു z ബൈ 2 ബൈ z1 ബൈ 2 ലിമിറ്റ് കൊടുത്തു. സീറോ എന്ന് കിട്ടി. അടുത്ത ഇന്റഗ്രൽ മൈനസ് ഐ ടു പ്ലസ് ഐ ഡി സെഡ് ബൈ സെഡ്
ലോഗ് ഇസഡ് ആണ് ഇന്റഗ്രല്. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ പൈ ഐ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് തിയറം, പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും. Let C be a piecewise smooth path represented by Z is equal to Z of t, a less than or equal to t less than or equal to b. Let f of Z be continuous function on C. Then integral over C f of Z dz is equal to integral a to b f of Z of t into Z dash of t dt. അതായത് Z is equal to Z of t ആണെങ്കിൽ f of Z എന്നാ f of Z of t അല്ലേ. ഇനി dz എന്തോ Z dash of t dt. ടിയുടെ ലിമിറ്റ് എ ടു ബി. അപ്പൊ ഈ രീതിയിൽ എഴുതാൻ സാധിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആദ്യമേ നമുക്ക് തന്നേക്കുന്ന പാത്തിനെ, കർവിനെ പാരാമെട്രിക് ഫോമിലാക്കുക, ഇസഡ് ഓഫ് ടിയുടെ ഫോമിലാക്കുക. എന്നിട്ട് ഇസഡ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ. പ്രൂവ് ഇന്റഗ്രൽ ഡി സെഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു 2πi വേർ സി ഈസ് എ യൂണിറ്റ് സർക്കിൾ. അപ്പൊ സി ഒരു ക്ലോസ്ഡ് കർവ് ആണ്. അപ്പം യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്തുവാ, ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ. തീറ്റയുടെ വേരിയേഷൻ 0 to 2π വരെ. ഡി സെഡ് എന്തുവാ, ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ. ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ 0 to 2π ഇ റൈസ് ടു ഐ തീറ്റ ഐ ഡി തീറ്റ ബൈ ഇ റൈസ് ടു ഐ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റ ഇ റൈസ് ടു ഐ പോകും. ഐ തീറ്റയുടെ വേരിയേഷൻ 0 to 2π കൊടുക്കുമ്പോൾ 2πi എന്ന് കിട്ടും. Find the parametric representation of straight line segment joining 0 to 4 minus 7a. അപ്പം 0 0 തൊട്ട് 4 minus 1 minus 7 എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചത്. അപ്പൊ നോക്കുക, എ പ്ലസ് ബി ടി ഈ പോയിന്റും, എ പ്ലസ് ബി ടി എന്ന് വെച്ചാൽ അത് കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ എ ബി ആണ്. അടുത്ത പോയിന്റ് സി പ്ലസ് ഡി ടി, അതിനെ സി ഡി എന്ന പോയിന്റ്. അപ്പൊ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈൻ എന്തോ എ പ്ലസ് ടി ഇൻറ്റു സി മൈനസ് എ. അതാണ് എക്സ് കോർഡിനേറ്റ്. വൈ എന്തുമായിരിക്കും, ബി പ്ലസ് ടി ഇൻറ്റു ഡി മൈനസ് ബി. ആ രീതിയിൽ എഴുതും. എന്നിട്ട് ഇസഡ് ഈസിക്കൽ എക്സ് പ്ലസ് ഐ വൈ കൊടുക്കും. ടിയുടെ വേരിയേഷനും എഴുതണം. ഇതേ ഐഡിയ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതേ ഐഡിയ വെച്ച് നിങ്ങൾ തന്നെ താമസം ചെയ്ത് നോക്കണേ. അടുത്ത് അപ്പർ ഹാഫ് ഓഫ് ഇസഡ് മൈനസ് 4 plus 2i ഈസിക്കൽ ടു 3. അപ്പൊ ഇതിനെ നമ്മൾ മോഡ് ഇസഡ് മൈനസ് ഓഫ് ഇങ്ങനെ എഴുതി. അപ്പൊ 4 minus 2i സെന്ററും 3 റേഡിയസും വരുന്ന സർക്കിൾ. ഇപ്പൊ എന്താ പറയാ, ഇസഡ് ഓഫ് ടി ഈസിക്കൽ ടു ആ സെന്റർ പ്ലസ് ആർ ഇ റൈസ് ടു ഐ തീറ്റ, ഇസഡ് നോട്ട് പ്ലസ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ആ രീതിയിൽ എഴുതി. ടിയുടെ വേരിയേഷൻ 0 തൊട്ട് പൈ വരെ ഉള്ളൂ, അപ്പർ ഹാഫ് ആയതുകൊണ്ട്. സർക്കിൾ മൊത്തത്തിൽ ആണെങ്കിൽ 0 to 2π ആയ കണ്ടോ. സർക്കിൾ വിത്ത് സെന്റർ ഇസഡ് നോട്ടും റേഡിയസ് ആറും ആണെങ്കിൽ ഇസഡ് ഈസിക്കൽ ടു ഇസഡ് നോട്ട് പ്ലസ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഇനി എലിപ്സിന്റെ നോക്കിക്കേ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ 1. അതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഇസഡ് ഓഫ് ടി ഇസിക്കൽ ടു എ കോസ് ടി പ്ലസ് ഐ ബി സൈൻ ടി. 0 ലെസ് ആൻ ടി ലെസ് ആൻ ഇക്വൽ ടു 2π. ഇനി വൈ ഇസിക്കൽ ടു 1/x. പോയിന്റ് 1 1 തൊട്ട് 4 1/4 വരെ. അപ്പൊ എക്സിന് ടി എന്ന് കൊടുത്തു, വൈക്ക് എന്തോ 1/x, അതായത് 1/t. ടിയുടെ വേരിയേഷൻ എന്തോ എക്സ് തന്നെ, എക്സിന്റെ വേരിയേഷൻ 1 to 4. അപ്പൊ ഇങ്ങനെ എഴുതും. Find integral over C Z conjugate dz where C is the upper half of the circle mod Z is equal to 1 from Z is equal to -1 to Z is equal to 1. അപ്പൊ ഈ ഒരു അപ്പർ ഹാഫ്. അപ്പൊ ഇസഡ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു ഐ തീറ്റ. അപ്പൊ ഇസഡ് കോൺജുഗേറ്റ് എന്തോ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ. ഇനി ഡി ഇസഡ് എന്താ, ഇ റൈസ് ടു മൈനസ് ഐ, ഇ റൈസ് ഇൻറ്റു മൈനസ് ഐ ഡി തീറ്റ. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് -πi എന്ന ആൻസർ കിട്ടുന്നു. കോഷീസ് ഇന്റഗ്രൽ തിയറം. കോഷിയുടെ സ്പെല്ലിംഗ് CAUCHY എന്നാണ്.
ആദ്യമേ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ദാറ്റ് ഡസ് നോട്ട് ഇന്റർസെപ്റ്റ് ഓർ ടച്ച് ഇറ്റ് സെൽഫ്. ക്ലോസ്ഡ് പാത്ത് ആണ്, അതിന്റെ ഇടയ്ക്ക് വെച്ച് ടച്ച് ചെയ്യില്ല, ഇതേപോലെ ടച്ച് ചെയ്യില്ല. എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി in the complex plane is a domain such that every simple closed path in D encloses only one point of D. Example, interior of a circle, interior of a ellipse. Domain എന്ന് വെച്ചാൽ a domain is not simply connected is called multiply connected domain. Simply connected അല്ല എങ്കിൽ multiply connected. Example, annulus, a disk without center. And ഈ ഫിഗർ എന്ന് വെച്ചാൽ doubly connected. A bounded domain D is called p-fold connected if its domain consists of p closed connected set without common points. Thus, D has p-1 holes. ഇതെന്ന് വെച്ചാൽ ഈ ഫിഗർ എന്ന് വെച്ചാൽ ടു-ഫോൾഡ് കണക്ട്, അതാണ് ഡബ്ലി കണക്ട്. അതിന് എത്ര ഹോൾ ഉണ്ട്? ഒരു ഹോൾ, p-1, അതായത് 2-1 1 ഹോൾ. ഓക്കെ, ആൻഡ് അനുലസ് ഈസ് ഡബ്ലി കണക്റ്റഡ്. ഇനി കോഷീസ് ഇന്റഗ്രൽ തിയറം പഠിച്ചോണേ. Spelling CAUCHY. Cauchy's integral theorem. If f of z is analytic in a simply connected domain D, then for every simple closed path C in D, we have integral over C f of z is equal to 0. അതായത് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമുക്കൊരു ഡൊമൈൻ കിട്ടി. ആ ഡൊമൈനകത്ത് ഒരു ഫംഗ്ഷൻ ഡൊമൈനാണ്, ഇതിനകത്താണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഒരു കർവ് സി ഉണ്ട്, ആ സിക്ക് അകത്താണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ, അനലിറ്റിക് ഫംഗ്ഷൻ എന്നെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉത്തരം 0 ആയിരിക്കും. അതായത് ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 വേർ സി ഈസ് എ സർക്കിൾ. കാരണം എന്തോ, ഇ റൈസ് ടു ഇസഡ് എല്ലായിടത്തും അനലിറ്റിക് ആണ്, സി ഒരു സിംപിളി കണക്റ്റഡ് ഡൊമൈൻ, സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് ആണ്. ഇനി അതേപോലെ തന്നെ ഇന്റഗ്രൽ ഓവർ സി സൈൻ ഇസഡ് ഡി ഇസഡ് 0 ആണ്, കോസ് ഇസഡ് ഡി ഇസഡ് 0 ആണ്. എപ്പോഴാ? കാരണം സൈൻ ഇസഡ് കോസ് ഇസഡും ഒക്കെ എന്താ, അനലറ്റിക് എവരിവെയർ ആണ്. അതുപോലെ തന്നെ സീക്ക് ഇസഡ്, അതേപോലെ തന്നെ ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 4 ഇതെല്ലാം അനലറ്റിക് ആണ് ഓൺ എ യൂണിറ്റ് സർക്കിൾ. സീക്ക് ഇസഡ് എന്ന് വെച്ചാൽ 1 കോസ് ഇസഡ് അല്ലേ, യൂണിറ്റ് സർക്കിളിലാണെങ്കിൽ ഇത് 0 ആണ്. ഇനി നമ്മുടെ കർവ് മാറുന്നതനുസരിച്ച് മാറാം. അപ്പൊ നോക്കിയേ, 1 cos z, ഡിനോമിനേറ്റർ 0 വരുന്നത് എപ്പോഴാണ്? കോസ് z 0 ആകുമ്പോൾ, കോസിന്റെ വാല്യൂ 0 ആകുന്നപ്പോൾ π/2 ടേബിൾസ് ഓഡ് മൾട്ടിപ്പിൾ. z ഈസ് ഇക്വൽ ടു പ്ലസ് π/2 മൈനസ് π/2 3π/2 മൈനസ് 3π/2. അവിടൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പക്ഷെ അത് യൂണിറ്റ് സർക്കിളിന് വെളിയിലാണ്, അകത്ത് നോക്കുമ്പോൾ എല്ലാം അനലിറ്റിക് ആണ്. അതുകൊണ്ടാണ് കോഷീസ് ഇന്റഗ്രൽ തിയറം വെച്ചിട്ട് ഇന്റഗ്രൽ ഓവർ സി sec z dz is equal to 0 where c is a unit circle. അതേപോലെ z സ്ക്വയർ പ്ലസ് 4 അത് ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് ഏതാ? z സ്ക്വയർ പ്ലസ് 4 0 ആകുന്നത്. അതായത് z is equal to പ്ലസ് ഓർ മൈനസ് 2i. അതെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് സർക്കിളിന് വെളിയിലാണ്. അതുകൊണ്ടാണ് അതിന്റെ അകത്ത് മൊത്തം അനലിറ്റിക് ആയതുകൊണ്ടാണ് ഇന്റഗ്രൽ 0 എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Find the integral over C z conjugate dz where C is a unit circle. So C unit circle ആകുമ്പോൾ z of t എഴുതി, z dash of t എഴുതി, സോറി z conjugate of t എഴുതി, dz എഴുതി, എന്നിട്ട് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2π. അടുത്ത ഇന്റഗ്രൽ ഓവർ C dz by z സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എങ്ങനാ? z of t എന്ന് വെച്ചാൽ e റൈസ് ടു it, വേരിയേഷൻ 0 to 2π. യൂണിറ്റ് സർക്കിൾ ആണ്, z സ്ക്വയർ കണ്ടുപിടിക്കുന്നു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ചെയ്തപ്പം ഇന്റഗ്രലിന്റെ ഉത്തരം 0 എന്ന് കിട്ടി. പക്ഷെ 1/z അനലിറ്റിക് അല്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, അനലിറ്റിക് ആണ് എങ്കിൽ ഇന്റഗ്രൽ 0 എന്ന് പറയാം. പക്ഷെ ഇന്റഗ്രൽ 0 ആണെന്ന് കരുതി അനലിറ്റിക് ആകണമെന്നില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് സഫിഷ്യന്റ് നോട്ട് നെസസറി. ഓക്കെ, അത് ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഇവിടെ സിംപ്ലി കണക്റ്റഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ ഓവർ സി അനുലസ് ആണ്, 1/2 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 3/2. dz by z ചെയ്യുമ്പോൾ 2πi ആയി കിട്ടുന്നത്, 0 അല്ല കിട്ടുന്നത്, കാരണം സിംപ്ലി കണക്റ്റഡ് അല്ലാത്തതാണ്. നെക്സ്റ്റ് തിയറം,
If f of z is analytic in a simply connected domain D, then the integral of f of z is independent of path in D. അതായത് ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് ഓർത്ത് വെച്ചാൽ ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് പാത്ത് ആയിരിക്കും. Theorem. If f of z is analytic in a simply connected domain D, then there exists an indefinite integral capital F of z of small f of z in D, which is analytic in D, and for all paths in D joining any 2 points z0 and z1 in D, the integral of f of z from z0 to z1 can be evaluated. മുമ്പേ പറഞ്ഞില്ലേ, അത് തന്നെ ഉള്ളൂ. ഓർക്കേണ്ട കാര്യം അനലറ്റിക് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. ഇനി കോഷി തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോണേ പാർട്ടി ചോദിക്കും. ലെറ്റ് C1 ആൻഡ് C2 ബി ടു പോസിറ്റീവ്ലി ഓറിയന്റഡ്. പോസിറ്റീവ്ലി ഓറിയന്റഡ് എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് വേർ C2 ഈസ് ഇന്റീരിയർ ടു C1. C2 എന്ന് പറയുന്നത് C1ന്റെ അകത്ത്. ഇഫ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ F അല്ലെ, ഇഫ് എ ഫംഗ്ഷൻ സ്മോൾ f ഈസ് അനലിറ്റിക് ഇൻ ദ ക്ലോസ്ഡ് റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് those contours and all points between them, then integral over C1 f of z dz is equal to integral over C2 f of z dz. രണ്ടും സെയിം ആയിരിക്കും. അനലറ്റിക് ആവണം, ക്ലോസ്ഡ് റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല. നമ്മൾ കോച്ചീസ് ഇന്റഗ്രൽ തിയറമാണ് കണ്ടത്. കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുലയാണ് അടുത്തത്. Let f of z be analytic in a simply connected domain D, then for any point z0 in D and any simply closed path C in D that encloses Z, then integral over C f of z by z minus z0 dz is equal to 2 pi I into f of z0. അല്ലെങ്കിൽ f of z0 is equal to 1 by 2 pi I integral over C f of z by z minus z0 dz എഴുതാം. അപ്പൊ ഇങ്ങനെ ഇന്റഗ്രൽ ചോദിച്ചാൽ എന്താ 2 pi I into f of z0 എന്ന് പറയാം. എപ്പോഴാണ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ന്യൂമറേറ്റർ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കണം. ഡിനോമിനേറ്ററിലെ പോയിന്റ് ആ കർവിനകത്താണെങ്കിൽ നമുക്ക് 2 pi I into f of z0 എന്ന് പറയാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ ഓവർ സി e raised to z by z minus 2 dz. അപ്പൊ ന്യൂമറേറ്റർ e raised to z അനലിറ്റിക് ആണ്, z0 2 ആണ്. അപ്പൊ കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ച് എന്താ പറയാ, 2 pi I into f of z0, 2 pi I into f of 2, അതായത് e സ്ക്വയർ. അടുത്ത ഇത്. അപ്പൊ ഡിനോമിനേറ്റർ നോക്കുക, z മൈനസ് z0 ഫോമിലാണ് വേണ്ടത്. അതിനുവേണ്ടി ചെയ്തത് നോക്കിയേ, മൊത്തത്തിൽ ഒരു 2 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ ഫോം കിട്ടി. അപ്പൊ ഇവിടുത്തെ ന്യൂമറേറ്റർ അനലിറ്റിക് ആണ്, z0ന്റെ സ്ഥാനത്ത് I/2 ആണ്. അപ്പൊ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് 2 pi I into f of z0, അതായത് f of I/2 അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്. Integrate the function g of z is equal to z square plus 1 by z square minus 1 counterclockwise around the circle z minus 1 equal to 1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ ആദ്യം വരയ്ക്കണം. z minus 1 is equal to 1. അപ്പം 1 സെന്റർ ആക്കിക്കൊണ്ട് 1 റേഡിയസ് വരയ്ക്കുന്ന ഒരു സർക്കിൾ. ഇനി ഡിനോമിനേറ്റർ z minus 1 z plus 1. അപ്പം 1 മൈനസ് 1 അല്ലേ, അതെന്താ 1 ഇതിനകത്താണ്, മൈനസ് 1 വെളിയിലാണ്. അപ്പം അകത്ത് വരുന്നത് മാത്രം ഡിനോമിനേറ്ററിലാക്കണം. അപ്പൊ എന്തോ 1 മാത്രം ഡിനോമിനേറ്ററിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ന്യൂമറേറ്റർ എന്ന് പറയുന്ന അനലിറ്റിക് ആണ്, z0 സ്ഥാനത്ത് 1 ആണ്. അപ്പൊ f of z0 കണ്ടുപിടിക്കും, അത് 1 ആണ്. എന്നിട്ട് ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇങ്ങനെ എഴുതും. ഓക്കെ, അത് പഠിച്ചോണം, ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രേറ്റ് g of z is equal to z square minus 1 the whole raised to minus 1 tan z around the circle C mod z is equal to 3/2 counter clockwise. mod z is equal to 3/2 എന്ന് പറഞ്ഞാൽ സർക്കിൾ വരച്ചു. ഇനി ഇതെന്താ, tan z by z square minus 1. അപ്പൊ എന്താ, +1 -1, +1 -1 രണ്ടും എന്താണ്,
അകത്തല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് z മൈനസ് z നോട്ട് രീതിയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്താ ഡിനോമിനേറ്റർ z² - 1 ആണ്. അപ്പൊ നമ്മള് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചാണ് ചെയ്യുന്നത്, ഓർത്തോണം. 1/z² - 1 a/z+1 പ്ലസ് b/z-1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കും. a -1/2 b 1/2. അപ്പൊ നമ്മള് ഇങ്ങനെ എഴുതി. അപ്പൊ ഓരോന്നിന്റെ ഇന്റഗ്രൽ ആയിട്ട് കൊടുത്തു. അപ്പൊ എന്തുവാ, f1 ഇതാണ്, f2 ഇതാണ്. അപ്പം z നോട്ട് ഇവിടെ -1 ആണ്, ഇവിടെ +1 ആണ്. ആ രീതിയിൽ ചെയ്യുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ. അതായത് നമ്മുടെ ഡിനോമിനേറ്ററിനകത്ത് പവർ വരികയാണെങ്കിൽ z-1 അല്ലെങ്കിൽ z-1 അങ്ങനെ വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യും? If f of z is analytic in a domain D, then it has derivatives of all orders in D, which are also analytic functions in D. The value of these derivative at a point in D given by, നമ്മൾ ഒരെണ്ണത്തിന്റെ കണ്ടു, f of z നോട്ട് എന്ന് പറയുന്നത് 1/2πi c f of z by z minus z naught dz. ഇനി f dash of z നോട്ട് ആകുമ്പോൾ 1/2πi ഇന്റഗ്രൽ ഓവർ c f of z by z minus z naught raised to 2, അതായത് 1+1. ഇനി 2 ആകുമ്പോൾ ഇവിടെ 2+1 3, ഇവിടെ 2 ഫാക്ടോറിയൽ. അപ്പൊ ഇൻ ജനറൽ നോക്കിയേ ഇതാണ് പഠിക്കേണ്ടത്. fn of z not equal to n factorial by 2πi integral over c f of z by z minus z not raised to n+1 dz. അപ്പം ഇത് പഠിക്കണം. ഓറിട്ട് കണ്ടോ, ഇന്റഗ്രലിന്റെ വാല്യൂ z². ജനറൽ കേസ് നോക്കിക്കേ, ഇതാണ് ജനറൽ കേസ്. This integral is 2πi by n factorial into fn of z naught. അപ്പൊ അത് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഇന്റഗ്രൽ cos z by z minus pi I the whole square dz for any contour enclosing the point pi I. അപ്പൊ pi I കണ്ടെയ്ൻ ചെയ്യുന്ന പോയിന്റ് ആണ്. ഇപ്പൊ നോക്കുമ്പോ f of z cos z ആണ്, z നോട്ട് pi I ആണ്, n+1 2 ആണ്, അപ്പൊ n 1 ആണ്. അപ്പൊ f dash of z കണ്ടുപിടിക്കുന്നു, f dash of z നോട്ട് കണ്ടുപിടിക്കുന്നു, ജനറൽ കോഷി ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യുന്നു, വാല്യൂ കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 2+1 അപ്പൊ n+1 3 ആണ്, n 2 ആണ്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് f ഡബിൾ ഡാഷ് ഓഫ് -1 ഇട്ട് കൊടുക്കും. ഇതേപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. കോഷി ഇൻഇക്വാളിറ്റി, ലവ്ലീസ് തിയറം, മൊറേറാസ് തിയറം, ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിരിക്കും, 4 പഠിക്കണം. കോഷി ഇൻഇക്വാളിറ്റി, അതായത് മാക്സിമം വാല്യൂ ഓഫ് മോഡ് f of z കണ്ടുപിടിക്കാനാണ്. നോക്കിയേ ഇതിന്റെ വാല്യൂ നോക്കിയേ. കോഷി ഇൻഇക്വാളിറ്റി എന്താണ്? മോഡ് fn of z നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ m by r raised to n, വേർ m എന്തോന്നറിയോ, മോഡ് f of z ലെസ് ദാൻ ഈക്വൽ ടു m. മോഡ് f of z ന്റെ മാക്സിമം വാല്യൂ ആണ് m. ഓൺ സി ഓൺ സർക്കിളിന്റെ റേഡിയസ് ആണ് r, സെന്റർ ആണ് z നോട്ട്. അപ്പം മോഡ് fn of z നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ m by r raised to n. അടുത്ത ലവ്ലീസ് തിയറം. If an entire function f of z is bounded, then f of z must be constant. അതായത് ഒരു ബൗണ്ടഡ് entire ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, അതാണ് ലവ്ലീസ് തിയറം. മൊറേറ തിയറം നോക്കി, നമ്മൾ കോഷീസ് തിയറം കണ്ടു. കോഷി തിയറം എന്തോ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, സിമ്പിൾ ക്ലോസ്ഡ് കർവിലാണെങ്കിൽ ഇന്റഗ്രൽ 0. ഇനി നമ്മൾ പറഞ്ഞു അതിന്റെ കോൺവേഴ്സ് ശരിയാകണമെന്നില്ല. അപ്പൊ കോൺവേഴ്സ് എങ്ങനെ ശരിയാക്കാം, അതാണ് മൊറേറ തിയറം. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് കൂടെ ആണെങ്കിൽ ശരിയാക്കാം, അതാണ്. ഇഫ് f of z is continuous in a simply connected domain D, and if integral over c f of z is 0 for every closed path in D, then f of z is analytic in D. അതാണ് കോഷി തിയറത്തിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്.
ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്താ? ഇഫ് എഫ് ഓഫ് ഇസഡ് is a polynomial in Z, not a constant. അതായത് എഫ് ഓഫ് ഇസഡ് ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു 0 ഫോർ അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ ഓഫ് ഇസഡ്. അതായത് എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട്. ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ അതിന് കുറഞ്ഞത് ഒരു റൂട്ടെങ്കിലും കാണും. നാലെണ്ണം കണ്ടുപിടിക്കും. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ്, നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയുള്ളൂ. അതായത് ഡിനോമിനേറ്ററിനകത്ത് പവർ വരുമ്പോൾ ജനറലൈസ്ഡ് കോച്ചി ഇന്റഗ്രൽ ഫോർമുല വെച്ചാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ രണ്ട് സർക്കിൾ ഉണ്ട്. നമ്മുടെ റീജിയൻ 4 ആണ്. 4നെ പറ്റി എന്താ പറയാ? 4 ഇതിനകത്താണ് അല്ലേ? അപ്പം നമ്മുടെ അനുലസ് ആയത് വലിയ സർക്കിളും ചെറിയ സർക്കിളും അതിനിടയ്ക്കുള്ള ഭാഗത്താണ് നോക്കേണ്ടത്. പക്ഷെ അതിന് വെളിയിലാണ് ഈ സർക്കിളിന്റെ അകത്തുള്ള കാര്യം. അപ്പൊ അവിടാണ് ഡിനോമിനേറ്റർ 4 എന്ന് പറഞ്ഞു പോയി. അപ്പൊ ആ ഫംഗ്ഷൻ മൊത്തത്തില് അനലിറ്റിക് ആണ് ഈ കർവിനകത്ത്. അപ്പൊ എന്താ പറയാ? ഈ റീജിയനകത്ത് ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് 0 എന്ന് പറയാം. ഇതേ രീതിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ.